ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് ഇലക്ട്രിക് ബ്രേക്കിംഗ്. ഇപ്പോൾ 3 ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് ഉണ്ട്. 1 പ്ലഗിങ്, 2 റിയോസ്റ്റാറ്റിക് ഓർ ഡൈനാമിക് ബ്രേക്കിംഗ്, 3 റീജനറേറ്റീവ് ബ്രേക്കിംഗ്. ആദ്യം പ്ലഗിങ് എന്താ നോക്കാം. പ്ലഗിങ്ങിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് എങ്ങനെയാണ്: പ്ലഗിങ് ഈസ് എ സിമ്പിൾ മെത്തേഡ് ഓഫ് ഇലക്ട്രിക് ബ്രേക്കിംഗ് and in which the reversing the armature terminals of motor so as to reverse its direction of rotation, which will oppose the original direction of rotation of the motor and will bring it into zero speed. Then mechanical brakes are applied by cutting supply to the motor. അതായത് പ്ലഗിങ്ങിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മോട്ടറിൻ്റെ ആർമേച്ചർ ടെർമിനലോട്ടുള്ള കണക്ഷൻ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോട്ടറാണെന്ന് കരുതാം. നമ്മളെന്ത് ചെയ്തു? ആ റൊട്ടേറ്റ് ചെയ്യുന്ന മൊമെൻറ്റിൽ നമ്മൾ ഇതിൻ്റെ ആർമേച്ചറിലോട്ടുള്ള കണക്ഷൻ റിവേഴ്സ് ചെയ്ത് കൊടുത്തു. ആർമേച്ചർ കണക്ഷൻ റിവേഴ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഡയറക്ഷൻ ഓഫ് കറണ്ട് മാറും. അപ്പോൾ അതനുസരിച്ച് തന്നെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ എന്ത് ചെയ്യും? നേരെ, ഇപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നേരെ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനായിട്ട് മാറും. അപ്പോൾ ഒരിക്കലും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് എന്ത് ചെയ്യില്ല, ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യില്ല. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അതിൻ്റെ സ്പീഡ് മെല്ലെ മെല്ലെ കുറഞ്ഞ് സീറോയിലെത്തി, എന്നിട്ട് എന്ത് ചെയ്യും? അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ആർമേച്ചർ ടെർമിനൽ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന മോട്ടർ മെല്ലെ മെല്ലെ അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് സീറോയിലെത്തി, പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങും? അത് നേരെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ റൊട്ടേഷൻ നിർത്തി സീറോ എത്തുന്ന ആ മൊമെൻറ്റ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു മെക്കാനിക്കൽ ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യും. മെക്കാനിക്കൽ ബ്രേക്കിംഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്നിട്ട് എന്ത് ചെയ്യും? മോട്ടറിലോട്ടുള്ള സപ്ലൈ കട്ട് ചെയ്ത് കളഞ്ഞ്, അപ്പോൾ ആ സമയത്ത് പിന്നെ എന്ത് ചെയ്യില്ല, ആ മോട്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യില്ല, റൊട്ടേറ്റ് ചെയ്യൂല. അപ്പോൾ നമുക്ക് അവിടെ ബ്രേക്കിംഗ് എന്തായിട്ട് മാറി? പോസിബിളായിട്ട് മാറി. അപ്പോൾ വളരെ സിമ്പിളാണ്. മോട്ടർ എന്ത് ചെയ്യും? മോട്ടറിലോട്ടുള്ള ആർമേച്ചർ ടെർമിനലോട്ടുള്ള കണക്ഷൻ റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് പിന്നെ അപ്പോൾ നിലവിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ അതിനെന്തുണ്ടാവും? ഒരു ഓപ്പോസിഷൻ ഉണ്ടാകും. അപ്പോൾ അതെന്തായിട്ട് മാറും? സീറോയിലായിട്ട് മാറി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തുടങ്ങാൻ നിൽക്കുന്ന ആ തൊട്ട് മൊമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ അവിടെ മെക്കാനിക്കൽ ബ്രേക്കിംഗ് ഉപയോഗിച്ച് അതിനെ സ്റ്റോപ്പാക്കും, അതിലോട്ടുള്ള ഇലക്ട്രിക്കൽ സപ്ലൈ കട്ട് ചെയ്ത് കളയുകയും ചെയ്യും. ഇതാണ് പ്ലഗിങ് എന്ന് പറഞ്ഞാൽ. ഇനി പ്ലഗിങ് എങ്ങനെ മോട്ടറുകളിൽ നടക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു സീരീസ് മോട്ടറുണ്ട്, അതേപോലെ ഷണ്ട് മോട്ടറും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഷണ്ട് മോട്ടർ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാണ് നോർമൽ റണ്ണിങ് ആണ് ഈ കാണിച്ചിട്ടുള്ളത് ഷണ്ട് മോട്ടറിൻ്റെ. അപ്പോൾ ഇവിടെ ഷണ്ട് മോട്ടറിൽ ഇതിൻ്റെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയിൽ നിന്ന് എയിലോട്ടാണ് കറണ്ട് ഡയറക്ഷൻ ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞത്. നമ്മൾ ആർമേച്ചർ ടെർമിനലോട്ടുള്ള കണക്ഷൻ റിവേഴ്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറി? കറണ്ട് എയിൽ നിന്നും എയിലോട്ടായിട്ട് മാറി. അപ്പോൾ ഇവിടെ ഡൗൺവേർഡ് ഡയറക്ഷനും ഇവിടെ എന്തായിട്ട് മാറി? അപ്വേർഡ് ഡയറക്ഷനായിട്ട് മാറി. അത് എയിൽ നിന്നും എയിലായിട്ട് കറണ്ട് മാറി. അപ്പോൾ ആ സമയത്ത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷനും ചേഞ്ച് വരും. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഈ മോട്ടറിനുണ്ടാകും. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ പിന്നെ ഇതിൽ നോക്കുക, ഒരു സീരീസ് മോട്ടറിൻ്റെ കേസ് നോക്കുക. സീരീസ് മോട്ടറിൽ അതേപോലെ കറണ്ട് എയിൽ നിന്നും എയിലോട്ടാണ് ഫ്ലോ ചെയ്തിരുന്നത്. ഫസ്റ്റ് നോർമൽ റണ്ണിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്ത് എയിൽ നിന്നും എയിലോട്ടാക്കി മാറ്റി. അപ്പോൾ പിന്നെ എവിടെ എന്ത് ചെയ്തു? ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഈ രണ്ട് കേസിലും നമ്മൾ ആർമേച്ചർ ടെർമിനലോട്ടുള്ള കണക്ഷൻ നമ്മൾ എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്ത് കൊടുത്തു. ആ സമയത്ത് അവിടെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുന്ന ആ ടെൻഡൻസി വന്ന് അത് സീറോയിലെത്തി ഓപ്പോസിറ്റ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ മെക്കാനിക്കൽ ബ്രേക്കിംഗ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്താണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നമ്മൾ നിർത്തുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഈ ആർമേച്ചറിലോട്ടുള്ള കണക്ഷൻ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ പിന്നെ പെട്ടെന്ന് ഒരു മൊമെൻറ്റിൽ നമ്മൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ബാക്ക് EMFും വോൾട്ടേജും ഒരേ ഡയറക്ഷനിൽ വരും. അപ്പം അങ്ങനെ വോൾട്ടേജും ബാക്ക് EMFും ഒരേ ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ മോട്ടറിന് ആർമേച്ചർ ടെർമിനൽ അക്രോസ് കിട്ടുന്ന വോൾട്ടേജിൻ്റെ എമൗണ്ട് കൂടും. കാരണം ബാക്ക് EMF ആണല്ലോ ശരിക്ക് അപ്ലൈഡ് വോൾട്ടേജിന് ഒപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഡയറക്ഷൻ ഓഫ് കറണ്ട് ചേഞ്ച് ചെയ്യുന്നതോടുകൂടി ബാക്ക് EMFും വോൾട്ടേജും ഒരേ ഡയറക്ഷനിൽ വരും. ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ
ഈ ആർമേച്ചർ ടെർമിനൽ കിട്ടുന്ന കറണ്ട് എന്ത് ചെയ്യും, വളരെ കൂടും. അപ്പോൾ അതിനൊന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോ റെസിസ്റ്ററുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർ എന്നുള്ള 2 റെസിസ്റ്റർ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൊവൈഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആർമേച്ചർ ടെർമിനലോട്ടുള്ള കണക്ഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ കറണ്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ബാക്ക് EMF അപ്ലൈഡ് വോൾട്ടേജിൻ്റെ അതേ ഡയറക്ഷനിൽ വരും. അപ്പോൾ ആ സമയത്ത് ബാക്ക് EMF കൂടിക്കഴിഞ്ഞാൽ ബാക്ക് EMFും അപ്ലൈഡ് വോൾട്ടേജും കൂടിക്കഴിഞ്ഞാൽ അല്ല ഒരേ ഡയറക്ഷനിലായിക്കഴിഞ്ഞാൽ മോട്ടറിന് അക്രോസുള്ള വോൾട്ടേജ് കൂടും. അപ്പോൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ടുള്ള ഹൈ കറണ്ട് പാസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തൊരു റെസിസ്റ്റൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. രണ്ടിലും 6 എന്നുള്ള റെസിസ്റ്റൻസ് കാണാം. അതിൻ്റെ പർപ്പസ് എന്താണ്, ശരിക്കും ഓവറായിട്ട് വരുന്ന ഈ കറണ്ടിനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ നോട്ടൊന്ന് ശ്രദ്ധിക്കുക. നോട്ട് പറയുന്നത് എങ്ങനെയാണ്, ഫിഗർ 1 and 2 ഷോസ് ദ കണക്ഷൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ബ്രേക്കിംഗ് ഓഫ് എ ഷണ്ട് ആൻഡ് സീരീസ് മോട്ടർ റെസ്പെക്റ്റീവ്ലി. ഫിഗർ 1ഉം 2ഉം പറയുന്നത് പിന്നെ ഷണ്ട് മോട്ടറും സീരീസ് മോട്ടറിൻ്റെയും ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അത് ബ്രേക്കിംഗ് സമയത്തും കാണിച്ചിട്ടുണ്ട്, അതിന് ആഫ്റ്ററായിട്ടും കാണിച്ചിട്ടുണ്ട്. ഡ്യൂറിങ് ബ്രേക്കിംഗ് ദ ആർമേച്ചർ കണക്ഷൻസ് ആർ റിവേഴ്സ്ഡ് ബട്ട് ദ ഫീൽഡ് കണക്ഷൻസ് ആർ കെപ്റ്റ് സെയിം. ബ്രേക്കിംഗ് പീരിയഡിൽ നമ്മൾ എന്ത് ചെയ്തു, ആർമേച്ചർ കണക്ഷൻസ് റിവേഴ്സ് ചെയ്തു, പക്ഷേ ഫീൽഡ് കണക്ഷൻ അതേപോലെ തന്നെ നമ്മളിവിടെ നിലനിർത്തി. രണ്ടാമത്തെ പോയിന്റ്, when the armature terminals are reversed for braking the induced EMF EB is in the same direction. ആർമേച്ചർ ടെർമിനൽ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇൻഡ്യൂസ്ഡ് EMF അതായത് ബാക്ക് EMF എന്തായിട്ട് മാറും, സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് അപ്ലൈഡ് വോൾട്ടേജിൻ്റെ അതേ ഡയറക്ഷനായിട്ട് മാറും. ദിസ് മീൻസ് ദാറ്റ് എ വോൾട്ടേജ് ഓഫ് V + EB is available across the armature terminals. അപ്പോൾ സാധാരണ V - EB ആണ് ഉണ്ടാവാറുള്ളത്. ഇപ്പം എന്തായിട്ട് മാറും, V + EB across the armature terminal ആയിട്ട് മാറി. When EB is equal to V, then the voltage across the armature 2V and the current at the breaking instant is excessive, and it's necessary to provide RS in the series with the armature at this time in order to limit the current. അപ്പോൾ EBയും Vയും ഈക്വൽ ആയി കഴിഞ്ഞാൽ ടെർമിനൽ അക്രോസുള്ള വോൾട്ടേജ് എന്തായിട്ട് മാറും, V + V 2V ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ 2V ആയിട്ട് മാറിക്കഴിഞ്ഞാൽ എക്സസീവ് കറണ്ട് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു റെസിസ്റ്റൻസ് ഇവിടെ 6 എന്നുള്ള റെസിസ്റ്റൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. ഇതാണ് ഷണ്ട് മോട്ടറിൻ്റെയും സീരീസ് മോട്ടറിൻ്റെ കേസിലുള്ള പ്ലഗിങ് എന്ന് പറഞ്ഞാൽ. ഇനി നോക്കാം പ്ലഗിങ് ഇൻ 3 phase ഇൻഡക്ഷൻ മോട്ടർ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പറ്റും ഒരു 3 phase ഇൻഡക്ഷൻ മോട്ടറിൻ്റെ RYB സീക്വൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വൈൻ്റെയും ബിൻ്റെയും സീക്വൻസും ചേഞ്ച് കൊടുത്തു. അപ്പോൾ വൈ ഇങ്ങോട്ടാണ്, അതേപോലെ ബി തിരിച്ച് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും കൊടുത്തു. അപ്പോൾ വൈൻ്റെയും ബിൻ്റെയും സീക്വൻസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും, സ്റ്റേറ്ററിൽ ഉണ്ടാകുന്ന റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഒന്ന് റിവേഴ്സ് ചെയ്യും. റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെയുള്ള ഇതിനകത്തുള്ള റോട്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ റിവേഴ്സ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റിവേഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ മൊമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും മറ്റ് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് നിർത്തും. അതിൽ 0 ആക്കി അതിൻ്റെ സ്പീഡ് 0 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് പ്ലഗിൻ ഇൻ 3 phase ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളായിട്ട് മോട്ടറിലോട്ടുള്ള ഫേസ് സീക്വൻസ് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്ത് കൊടുക്കുക. RYB എന്നുള്ള ആ ഫേസ് സീക്വൻസ് നമ്മൾ ജസ്റ്റും ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ അതിൻ്റെ ഡയറക്ഷനിലും ഒന്നുണ്ടാവും, ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ആ ചേഞ്ച് ചെയ്യുന്ന മൊമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പാക്കി മാറ്റും. ഇതാണ് പ്ലഗിങ് ഇൻ 3 phase ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞാൽ. രണ്ടാമത് റിയോസ്റ്റാറ്റിക് ഓർ ഡൈനാമിക് ബ്രേക്കിങ്ങിൽ നമ്മുടെ ഡെഫിനിഷൻ പറയുന്നത് എങ്ങനെയാണ്, ഇൻ ദിസ് മെത്തേഡ് ഓഫ് ബ്രേക്കിംഗ് ദ മോട്ടർ ഈസ് ഡിസ്കണക്റ്റഡ് ഫ്രം ദ സപ്ലൈ ആൻഡ് ഓപ്പറേറ്റഡ് ആസ് ജനറേറ്റർ ഡ്രൈവൺ ബൈ ദ കൈനറ്റിക് എനർജി of the rotating parts of the motor and is driven machine. Thus the kinetic energy of rotation is converted into electrical energy which is dissipated in the external resistance connected across the motor at the braking instant. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മോട്ടറിലോട്ടുള്ള സപ്ലൈ കട്ട് ചെയ്ത് കളയും. മോട്ടറിലോട്ടുള്ള സപ്ലൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരിക്കലും എന്തെങ്കിലും ആ സപ്ലൈ കട്ട് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ തന്നെ മോട്ടർ സ്റ്റോപ്പായിട്ട് മാറില്ല. കുറച്ചുകൂടി നേരം എന്ത് ചെയ്യാൻ തുടങ്ങും, അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് കാരണം അതിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ആക്സിലറേഷൻ പീരിയഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കൈനറ്റിക് എനർജി അതിലുണ്ട്. അപ്പോൾ ആ കൈനറ്റിക് എനർജി തീരുന്നത് വരെ എന്ത് ചെയ്യുക, അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ബ്രേക്കിങ്ങിന് അത് ഒരു ശരിക്കും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആ ഒരു മൊമെൻറ്റിൽ എന്ത് ചെയ്യണം, നമുക്ക് സ്റ്റോപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് കാര്യങ്ങൾ കൂടി ഈ സപ്ലൈ കട്ട് ചെയ്യുന്നത് കൂടെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ റിയോസ്റ്റാറ്റിക് ഒരു ഡൈനാമിക് ബ്രേക്കിംഗ് നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ മോട്ടറിലോട്ടുള്ള സപ്ലൈ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ഈ ആർമേച്ചറിന് അക്രോസ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ആർമേച്ചറിന് അക്രോസ് ഈ ഒരു റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മൾ ആ മോട്ടറിലോട്ടുള്ള സപ്ലൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ഫീൽഡ് വൈൻഡിങ് ഉണ്ട്. ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ചുറ്റും കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡ് കടന്ന് ആര് കറങ്ങാണ്, ഈ ആർമേച്ചർ കറങ്ങാണ്. അപ്പോൾ ശരിക്ക് ഈ ആർമേച്ചർ കറങ്ങുന്ന സമയത്ത് അതൊരു ജനറേറ്റർ പോലെ എന്ത് ചെയ്യും, അത് ആക്ട് ചെയ്യും. അപ്പോൾ ഫീൽഡ് വൈൻഡിങ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് കടന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ആർമേച്ചർ അവിടെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ അതൊരു ശരിക്കും ഒരു ജനറേറ്റർ പോലെ ആക്ട് ചെയ്യും. അങ്ങനെ ജനറേറ്റർ പോലെ ആക്ട് ചെയ്ത ശേഷം ജനറേറ്ററിൻ്റെ ഉള്ള കറണ്ട്, ജനറേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അത് ഒഴിവാക്കി കളയണമെങ്കിൽ അത് വളരെ പെട്ടെന്ന് എന്തായിട്ട് മാറുള്ളൂ, സ്റ്റോപ്പ് ചെയ്ത് മാറുള്ളൂ. അതിലുള്ള എനർജി വളരെ പെട്ടെന്ന് കളയണം. ആ കൈൻഡിക് എനർജി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ആർമേച്ചറിന് അക്രോസ് ആയിട്ട് വളരെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ റെസിസ്റ്റൻസിൻ്റെ കാരണം ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്ന കറണ്ടിന് ഈ റെസിസ്റ്റൻസ് നമുക്ക് ഡ്രോപ്പ് ചെയ്ത് വളരെ പെട്ടെന്ന് കളയാൻ പറ്റും. അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സ്റ്റോപ്പ് ചെയ്ത് നിർത്താനും പറ്റും. ഇതാണ് ഇലക്ട്രിക്കൽ റിയോസ്റ്റാറ്റിക് ഒരു ഡൈനാമിക് ബ്രേക്കിങ്ങിൽ പറയുന്ന കാര്യം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുക, ഒരു DC ഷണ്ട് മോട്ടറിൻ്റെ ഡൈനാമിക് ബ്രേക്കിംഗ് എങ്ങനെ സംഭവിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നോക്കാം, നോർമൽ വർക്കിങ്ങിലുള്ള ഒരു ഷണ്ട് മോട്ടർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കറണ്ട് എയിൽ നിന്നും എയിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഡൈനാമിക് ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, മോട്ടറിലോട്ടുള്ള ആർമേച്ചർ ടെർമിനലോട്ടുള്ള കണക്ഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഇവിടെ ആ ഫീൽഡ് വൈൻഡിങ്ങിൽ ഇപ്പോഴും സപ്ലൈ ഉണ്ട്. അപ്പോൾ ഫീൽഡ് വൈൻഡിങ്ങിൽ കറന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആർമേച്ചറിലോട്ട് സപ്ലൈ കട്ട് ചെയ്ത് കളഞ്ഞാലും ആർമേച്ചർ ഒരിക്കലും എന്തെങ്കിലും ഒറ്റയടിക്ക് സ്റ്റോപ്പ് ആവില്ല, അവിടെ വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഫീൽഡ് വൈൻഡിങ്ങിൽ കടന്ന് ഈ ഒരു ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും എന്തായിട്ട് മാറി, ഒരു ജനറേറ്റർ പോലെ ആക്ട് ചെയ്തു. അപ്പോൾ ജനറേറ്റർ കാരണം ഇവിടുന്ന് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. കണ്ടോ, ഇവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഏതിൽ നിന്നൊരു കറണ്ട് ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ആ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഇവിടെ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കിന് നേരെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്ത കാരണം ഈ കറണ്ട് കാരണം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് ഓൾറെഡി അവിടെ നിന്നുണ്ടാവും, വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആകാനുള്ള ഒരു ടെൻഡൻസി ആ ടോർക്ക് മുഖേന ഉണ്ടാകും. കൂടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇവിടെ ഉണ്ടായിട്ടുള്ള കറണ്ടിനെ നമുക്ക് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് കളയാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഇവിടെ വാരിയബിൾ റെസിസ്റ്റൻസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ വാരിയബിൾ റെസിസ്റ്റൻസ് സൂട്ടബിളി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഉള്ള വാല്യൂ വളരെ പെട്ടെന്ന് നമുക്കത് സ്റ്റോപ്പ് ഔട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ശരിക്കും ജനറേറ്റർ പോലെ ആക്ട് ചെയ്യും. ജനറേറ്റർ മുഖേന ഉണ്ടാകുന്ന കറണ്ട് ഈ റെസിസ്റ്റൻസ് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയും. അപ്പോൾ അവിടെ വളരെ പെട്ടെന്ന് എന്തായിട്ട് മാറും, അത് സ്റ്റോപ്പായിട്ട് മാറും. അപ്പോൾ ഇതാണ് ശരിക്ക് ഒരു ഷണ്ട് മോട്ടറിൽ നടക്കുന്ന റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഡൈനാമിക് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇവിടെ മോട്ടറിലോട്ടുള്ള ആർമേച്ചറിലോട്ട് സപ്ലൈ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ആർമേച്ചറിലോട്ട് സപ്ലൈ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് സപ്ലൈ ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് കടന്ന് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ അത് ജനറേറ്ററായിട്ട് മാറും. അപ്പോൾ ജനറേറ്ററായിട്ട് ഉണ്ടാകുന്ന കറണ്ടിന് ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടായിട്ടുള്ള കറണ്ട് അവിടെ ഉണ്ടാക്കുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ നേരെ റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. അത് കാരണം തന്നെ മോട്ടോർ സ്റ്റോപ്പ് ആകാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വാരിങ് റിയോസ്റ്റാറ്റ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വാരി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ബ്രേക്കിംഗ് ടോർക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്ര പെട്ടെന്ന് സ്റ്റോപ്പ് ആക്കണം അത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ആക്കാനും സാധിക്കും. ഇൻ കേസ് ഇവിടെ നമ്മുടെ സപ്ലൈ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെയുള്ള ഫീൽഡ് ഡിസപ്പിയർ ആകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ബ്രേക്കിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ബ്രേക്കിംഗ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നടക്കില്ല. ഇതാണ് ഇതിൻ്റെ പ്രോബ്ലമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇതാണ് റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ് ഓഫ് ഷണ്ട് മോട്ടർ എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ദ ആർമേച്ചർ ഓഫ് എ DC ഷണ്ട് മോട്ടർ ഈസ് ഡിസ്കണക്റ്റഡ് ഫ്രം ദ സപ്ലൈ ആൻഡ് കണക്റ്റഡ് അക്രോസ് എ ബ്രേക്കിംഗ് റെസിസ്റ്റൻസ്. നമ്മളെന്ത് ചെയ്തു, പിന്നെ DC ഷണ്ട് മോട്ടറിൻ്റെ ആർമേച്ചർ സപ്ലൈയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തു, എന്നിട്ട് ഒരു ബ്രേക്കിംഗ് റെസിസ്റ്റൻസിനെ അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തു. കീപ്പിംഗ് ദ ഫീൽഡ് കണക്റ്റഡ് ടു ദ സപ്ലൈ, നമ്മളെ ഫീൽഡ് സപ്ലൈയുമായിട്ട് എന്ത് ചെയ്തു, കണക്ട് ചെയ്ത് വെച്ചും ചെയ്തു. ദ മെഷീൻ ദെൻ ആക്ട് ആസ് എ ജനറേറ്റർ, നമ്മൾ മെഷീൻ എന്തായിട്ട് മാറും, ഒരു ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യും. ലോഡഡ് വിത്ത് റെസിസ്റ്റൻസ്, അല്ലേ, റെസിസ്റ്റൻസുമായിട്ട് ലോഡ് ചെയ്തിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലോഡ് ചെയ്തിട്ടുള്ള ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യും.
സിൻസ് ദ ഫീൽഡ് കറണ്ട് ഫ്ലോസ് ആസ് ബിഫോർ ബട്ട് ദ ആർമേച്ചർ കറണ്ട് ഈസ് റിവേഴ്സ് ഡയറക്ഷൻ. ഫീൽഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽഡിലോട്ടുള്ള സപ്ലൈ കട്ട് ചെയ്ത് കളയാത്തതുകൊണ്ട് തന്നെ ഫീൽഡിലുള്ള കറണ്ട് നേരത്തെ ഉള്ള പോലെ തന്നെയാണ്. പക്ഷേ ആർമേച്ചറിലോട്ട് ഇതുവരെ കറണ്ട് വരുമായിരുന്നു. ഇപ്പോൾ ആർമേച്ചർ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ദെർഫോർ റിട്ടാർഡിംഗ് ടോർക്ക് ഇസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സ്പീഡ് ഇസ് റെഡ്യൂസ്ഡ്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ കറണ്ട് കാരണം അവിടെ റിട്ടാർഡിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്തു. അതിന് കാരണം സ്പീഡ് കുറഞ്ഞ് വരും, റെഡ്യൂസ് ചെയ്തു. ദ ബ്രേക്കിംഗ് ടോർക്ക് ക്യാൻ ബി അഡ്ജസ്റ്റ് സ്യൂട്ടബിളി വാരിയിങ് ദ റെസിസ്റ്റൻസ് ഇൻ ആർമേച്ചർ സർക്യൂട്ട്. ആർമേച്ചർ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസ് വാരി ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്കിംഗ് ടോർക്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താൻ പറ്റും. വളരെ പെട്ടെന്ന് ബ്രേക്കിംഗ് ആകുമെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ സാവധാനം ബ്രേക്കിംഗ് ആയാൽ മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എന്താ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻ കേസ് സപ്ലൈ ഫെയിൽ സ്റ്റാർട്ട് ഫീൽഡ് ഡിസപ്പിയേഴ്സ് ആൻഡ് ദർ ഇസ് നോ ബ്രേക്കിംഗ് ടോർക്ക്. നമ്മൾ സപ്ലൈ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉണ്ടാവും, ഫീൽഡ് ഉണ്ടാവില്ല. കാരണം ഫീൽഡിലോട്ടുള്ള സപ്ലൈ 0 ആയിട്ട് മാറി. അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ ബ്രേക്കിംഗ് ടോർക്ക് ഉണ്ടാവില്ല, അത് ബ്രേക്കിങ്ങും സംഭവിക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡൈനാമിക് ഓർ റിയോസ്റ്റാറ്റിക് ബ്രേക്കിങ്ങിന് DC ഷണ്ട് മോട്ടറിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഡൈനാമിക് ബ്രേക്കിംഗ് ഇൻ DC സീരീസ് മോട്ടറാണ് നമുക്ക് അടുത്ത് പറയാനുള്ളത്. ഇവിടെ നോർമൽ സീരീസ് മോട്ടറിൻ്റെ കണക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കറണ്ട് വരുന്നത് ഇങ്ങനെ വന്ന് വൈയിൽ നിന്ന് വൈയിലോട്ട്, എയിൽ നിന്നും എയിലോട്ട് വന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബ്രേക്കിംഗ് നടത്താൻ വേണ്ടിയിട്ട്, റിയോസ്റ്റാറ്റിക് അല്ല ഡൈനാമിക് ബ്രേക്കിംഗ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ മോട്ടറിലോട്ടുള്ള സപ്ലൈ കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ ഇപ്പോൾ സപ്ലൈ ഇല്ലാത്ത രീതിയിൽ അവിടെ കാണിച്ചിട്ടുള്ളത്. സപ്ലൈ കട്ട് ചെയ്ത് കളഞ്ഞു. ഒരു കാര്യം കൊണ്ട് ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫീൽഡിൽ നോർമൽ റണ്ണിങ്ങിൽ ഫീൽഡിൽ ഏത് കറണ്ടാണോ അതേ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആയിരിക്കണം നമ്മൾ ബ്രേക്കിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ ബ്രേക്കിംഗ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഇത് ജനറേറ്ററായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡ് വൈൻഡിനകത്തുള്ള മാഗ്നറ്റൈസേഷനിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഏത് ഡയറക്ഷനിലായിരുന്നോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിട്ടുള്ളത് അതേ ഡയറക്ഷനിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതേ ഡയറക്ഷൻ ഓഫ് കറണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഡയറക്ഷൻ ഓഫ് കറണ്ട് തന്നെ ഈ ഫീൽഡ് വൈൻഡിങ്ങിലും ഉണ്ടാവണം. അതല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അതിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റ് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഇവിടെ എയിൽ നിന്ന് എയിലോട്ട് തന്നെയാണ് സപ്ലൈ കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇത് ശരിക്ക് വൈയിൽ നിന്ന് വൈയിലോട്ടാണ്, പിന്നെ വൈയിൽ നിന്ന് വൈയിലോട്ടാണ് ഇവിടെ ഫീൽഡ് വൈൻഡിങ് ഉള്ളത്. പിന്നെ ഇവിടെ എയിൽ നിന്ന് എയിലോട്ട് തന്നെ ഉണ്ടായിരുന്നു. സോ ഇത് ഇതായിട്ട് മാറുന്ന സമയത്ത്, ജനറേറ്ററായിട്ട് മാറുന്ന സമയത്ത് നമ്മൾ കറണ്ട് എന്തായിരിക്കണം, അപ്പോഴും വൈയിൽ നിന്ന് വൈയിലോട്ട് തന്നെ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇങ്ങനൊരു കണക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കണക്ഷൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വൈയിൽ നിന്ന് വൈയിലോട്ട് പോയി എന്ത് ചെയ്തു, ഈ ഒരു കണക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ അങ്ങനെ വൈയിൽ നിന്ന് വൈയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് അതേ രീതിയിൽ അവിടെ നിലനിൽക്കും. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് നിലനിന്ന് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് കടന്നിട്ട് ആര് റൊട്ടേറ്റ് ചെയ്യാണ്, ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ജനറേറ്റർ പോലെ ആക്ട് ചെയ്യും. അതിനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ബ്രേക്കിംഗ് ടോർക്ക് സ്റ്റോപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റെസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ പെട്ടെന്ന് എന്തായിട്ട് മാറും, അത് സ്റ്റോപ്പായിട്ട് മാറും. അപ്പോൾ ഇതാണ് ഡൈനാമിക് ബ്രേക്കിംഗ് ഇൻ DC സീരീസ് മോട്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൻ കേസ് എങ്ങാനും നമ്മൾ ഈ ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഈ ഒരു ഫീൽഡ് വൈൻഡിങ്ങിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ തന്നെ നിലനിർത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇവിടെ കണക്ഷൻ മാറ്റാതെ ഇതേ രീതിയിൽ നിലനിർത്തി കഴിഞ്ഞാൽ വൈയിൽ നിന്ന് വൈയിലോട്ടാണ് കണക്ഷൻ പോകാം. അപ്പോൾ നോർമൽ കറണ്ട് ഉള്ള സമയത്ത് വൈയിൽ നിന്ന് വൈയിലോട്ടായിരുന്നു. നമ്മൾ കണക്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇത് ജനറേറ്ററായിട്ട് മാറുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റാണ് പോകുക, വൈയിൽ നിന്ന് വൈയിലോട്ട് പോകും. അതോടുകൂടി അതിനുള്ള മാഗ്നറ്റിക് എഫക്റ്റുകൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വൈയിൽ നിന്ന് വൈയിലോട്ട് വരുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കണക്ഷൻ കൊടുക്കണം. സോ ഇതാണ് ഡൈനാമിക് ബ്രേക്കിംഗ് ഇൻ DC സീരീസ് മോട്ടർ എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ ഒരു നോട്ട് കൂടി ശ്രദ്ധിക്കുക. ദ മോട്ടർ ആഫ്റ്റർ ഡിസ്കണക്റ്റിംഗ് ഫ്രം ദ സപ്ലൈസ് മേഡ് ടു റൺ ആസ് എ DC സീരീസ് ജനറേറ്റർ. നമ്മൾ എന്ത് ചെയ്തു, മോട്ടറിലോട്ടുള്ള സപ്ലൈ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, DC സീരീസ് ജനറേറ്റർ ആക്ട് ചെയ്തു. ഇൻ ദ കേസ് ഓഫ് DC സീരീസ് ജനറേറ്റർ, ദ വെൻ മോട്ടർ ഈസ് ഡിസ്കണക്റ്റഡ് ഫ്രം ദ സപ്ലൈ ആൻഡ് ഈസ് കണക്റ്റഡ് അക്രോസ് ബ്രേക്കിംഗ് റെസിസ്റ്റൻസ്, കണക്ഷൻ ഓഫ് ഫീൽഡ് മസ്റ്റ് ബി സച്ച് വേ ദാറ്റ് ഡയറക്ഷൻ ഓഫ് ഫീൽഡ് കറണ്ട് ഈസ് സെയിം ആസ് ബിഫോർ, അതർവൈസ് നോ ബ്രേക്കിംഗ് വിൽ ഒക്കർ. നമ്മൾ മോട്ടർ സപ്ലൈ നിന്ന് ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് അതിനെ ഡിസ്കണക്ട് ചെയ്തു, എന്നാൽ അക്രോസ് ആയിട്ടൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു.
അപ്പോൾ ഇതിൽ ഫീൽഡിൻ്റെ കണക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫീൽഡിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, നേരത്തെ ഏത് ഡയറക്ഷനാണോ ഫീൽഡ് കറണ്ട് ഫ്ലോ ചെയ്തിരുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ ഫീൽഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത്. അല്ലാത്ത പക്ഷം അവിടെ ഒരു ബ്രേക്കിംഗ് ഉണ്ടാവില്ല, നേരെ ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ. സോ ദ റെസിസ്റ്റൻസ് ഇൻസർട്ടഡ് ഇൻ ദ സർക്യൂട്ട് മസ്റ്റ് ബി ലെസ് ദാൻ ദ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്, അതർവൈസ് ജനറേറ്റർ വിൽ നോട്ട് ബി സെൽഫ് എക്സൈറ്റഡ്. അപ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് പിന്നെ ഈ ഒരു സീരീസ് മോട്ടറിൻ്റെ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കണം, അല്ലെങ്കിൽ അവിടെ സെൽഫ് എക്സൈറ്റേഷൻ നടക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഡൈനാമിക് ബ്രേക്കിങ്ങിന് DC സീരീസ് മോട്ടറിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ.